ലൈംഗികാരോപണ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്ന പോലീസ് പാലക്കാടും കോയമ്പത്തൂരും പത്തനംതിട്ടയിലും കഴിഞ്ഞ ദിവസം രാത്രി പരിശോധന നടത്തിയിരുന്നു. രാഹുലിന്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതേസമയം ഇരയുടെ ഐഡന്റിറ്റി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള കേസിലെ മറ്റ് 4 പ്രതികൾക്കെതിരെയും സമാന നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം ഇരയുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. എം ജെ മിഥുൻ വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, വിശദാംശങ്ങൾ. ഭവ്യ, കുറച്ച് ദിവസങ്ങളായി ഈ ഒരു കേസ് എടുത്തിട്ട് ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം നൽകാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ പറ്റുന്ന ഒരു ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത്. ഒരു MLA ആണ്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും, അതായത് ഈ വക്കാലത്തൊപ്പിടാൻ തിരുവനന്തപുരം നഗരത്തിൽ വന്ന് വക്കാലത്തൊപ്പിട്ട് പോയിട്ട് പോലും ഇപ്പോഴും പോലീസിന് MLA കണ്ടെത്താനായില്ല എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ്. അതിൽ പ്രതിപക്ഷത്തിന് ആഞ്ഞടിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി അടക്കം പറഞ്ഞത് KPCC ആണ് ഇയാൾക്ക് ഒളിവിൽ കഴിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംരക്ഷണവും നൽകുന്നത്, അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത്രയും വലിയൊരു രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് എന്ന് വിശേഷിക്കപ്പെടുന്ന കേരള പോലീസിന് എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും ദിവസമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനാകുന്നില്ലെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എവിടെയുണ്ട് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ എന്തായാലും പോലീസിന് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ വിഷയം കൂടുതൽ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഭരണപക്ഷം കരുതുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആ ഒരു സംശയം ബലപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് MLAക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. പരാതിക്കാരി എവിടെയെന്ന് ചോദ്യമായിരുന്നു ആദ്യമൊക്കെ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചെങ്കിൽ ഇപ്പോൾ പരാതിക്കാരിയുണ്ട്, കേസെടുത്തിട്ടുണ്ട്. നിരവധി പേരുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച്, പാലക്കാട്ടെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വസതി കേന്ദ്രീകരിച്ച്, മറ്റ് ഇടങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ വ്യാപകമായിട്ടുള്ള പരിശോധന ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പരിശോധന നടക്കുന്നു. പക്ഷെ അപ്പോൾ പോലും ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതി നേരിട്ട നേതാവിനെ നിയമത്തിന് വിട്ടുകൊടുക്കാത്ത സർക്കാരിന്റെ CPMന്റെ സ്ത്രീ സംരക്ഷക വേഷം കെട്ടലിനെതിരെ വലിയ തരത്തിലാണ് സമൂഹത്തിൽ നിന്ന് വിമർശനമുയർന്നത് എന്നതും ശ്രദ്ധേയമാണ്. രാഹുൽ പോലീസിനെ കൺമുൻപിൽ ഉണ്ടായിട്ട് പോലും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹം ഉന്നയിക്കുന്നത്. മിഥുൻ, ഭവ്യ, അതുതന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോഴും MLA കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ H വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സംഘം 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ MLA കേരളം വിട്ടുപോയി തമിഴ്നാട്ടിലേക്ക് പോയി എന്നടക്കമുള്ള വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. പിന്നാലെ ആ സമയത്ത് കൂടിയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വരികയും അതിൽ വക്കാലത്ത് ഒപ്പിടുകയും ഒക്കെ ചെയ്ത് തിരുവനന്തപുരത്ത് മണിക്കൂറുകളോളം ചെലവഴിച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത്. അപ്പോഴൊക്കെ കേരള പോലീസ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് മുൻകാലങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട 5 കേസുകൾ, അതായത് ഓൺലൈനിൽ ലഭ്യമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ 5 കേസുകൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തതാണ്. പക്ഷേ അപ്പോഴൊക്കെ പരാതിക്കാരിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തമായ പരാതിയോ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് എങ്ങും എത്താതെ നട്ടം തിരിയുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. വ്യക്തമായ പരാതിയുണ്ട്. പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ടെത്തി പരാതി നൽകുകയും അത് DGPക്ക് കൈമാറുകയും ഒപ്പം തന്നെ അതിൻ്റെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തൊരു പശ്ചാത്തലമാണ്. അപ്പോൾ പോലും തന്നെ എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് വൈകുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ആരെ സംരക്ഷിക്കാനാണ്? കേരള പോലീസ് തന്നെയാണോ MLA സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു സംശയം കൂടി ഇപ്പോൾ ബലപ്പെടുകയും ചെയ്യുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞുള്ള ആക്രമണം ഈ ഒരു ഘട്ടത്തിലുണ്ട്. ഇരയെ ഈ പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കോൺഗ്രസ് ആന്റികളുടെ ഭാഗത്ത് നിന്ന് സമാനമായ രീതിയിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു. അതിൽ കൃത്യമായ പരിശോധനകൾ നടന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. സന്ദീപ് വാര്യർ അടക്കമുള്ള മറ്റു പ്രതികൾക്കെതിരെയും സമാനമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ കേസുകളിൽ, അതായത് ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകളെ അതാത് ജില്ലകൾ കേന്ദ്രീകരിച്ച് കേസെടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം ADGP H വെങ്കടേഷ് നൽകിയിട്ടുള്ളത്. അങ്ങനെ കൂടുതൽ അറസ്റ്റിനും കൂടുതൽ കേസെടുക്കാനുമുള്ള
ഒരു സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇരയുടെ അവിടെയാണ് മിഥുൻ പരാതി നൽകുന്നവരുടെ രാഷ്ട്രീയമടക്കം നോക്കി അവരെ നിശബ്ദരാക്കുന്ന, സൈബർ ആക്രമണം നടത്തിയവരെ നിശബ്ദരാക്കുന്ന ഒരു നാടായി ഏകദേശം നമ്മുടെ നാട് പൂർണ്ണമായി മാറിക്കഴിഞ്ഞ സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ സമൂഹ മാധ്യമത്തിന്റെ അതിപ്രസരത്തിൽ എന്തും വിളിച്ചു പറയാം എന്ന് തോന്നുന്നവർക്ക്, എന്ന് കാണിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയല്ലേ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ്? ഒപ്പം കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? തീർച്ചയായും അത് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഇരയുടെ പേര് ആദ്യഘട്ടങ്ങളിലൊന്നും പേരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളോ ഒന്നും തന്നെ പുറത്തു വന്നില്ലായിരുന്നു. പക്ഷേ ഈ ചാനൽ ചർച്ചകളിലൂടെയാണ് ഈ ഇരയുടെ പേര് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള തെളിവുകളടക്കം പുറത്തു വരികയും ചെയ്യുന്നത്. അതിൽ തുടക്കമിടുന്നത് രാഹുൽ ഈശ്വറാണ്. തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള സന്ദീപ് ജി ആര്യർ അതിൻ്റെ ചില സൂചനകൾ നൽകുന്നു. മറ്റ് സൈബർ ഹാൻഡിലുകളിൽ കഴിയുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നു. ഒപ്പം തന്നെ പ്രാദേശിക നേതാക്കളടക്കം ഇങ്ങനെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇരയ്ക്കെതിരെ വലിയ അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത്. ഇതിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഭാഗമായി വലിയ പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ഇതിന്റെ ഭാഗമായി നിരവധി പേരുടെ അറസ്റ്റിന് കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ 5 പേർക്കെതിരെയാണ് പ്രത്യക്ഷത്തിൽ കേസെടുത്തിട്ടുള്ളത്. അതിൽ രാഹുൽ ഈശ്വറുണ്ട്, സന്ദീപ് വാര്യരുണ്ട്, മറ്റ് 3 പേരുണ്ട്. അതായത് ആദ്യം ഈ ഒരു ഇരയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച രഞ്ജിത എന്ന കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക, അവരുൾപ്പെടെ 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനു പുറമെ മറ്റ് ആളുകൾ കൂടി ഈ ഒരു ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഫോട്ടോകളും ഉൾപ്പെടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ മറ്റു ഉദ്ദേശമുണ്ട് എന്നാണ് പോലീസ് കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ നിർദ്ദേശം നൽകിയത്, അതായത് ഈ ഇരയുടെ ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അതിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വ്യാപകമായി ഇത് പ്രചരിപ്പിക്കാൻ കാരണമായി എന്നുള്ള കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാട്സാപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് അതിന് നിർദ്ദേശം നൽകിയ ആളുകളെ കേന്ദ്രീകരിച്ചൊക്കെ വ്യാപകമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. അവരെ അടക്കം ഇതിൽ പ്രതിചേർത്തിക്കൊണ്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം. അതിനിടെ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ രാഹുലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന വ്യാപകമാക്കിയിട്ടുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു അതും. ഒപ്പം തന്നെ അതിലുള്ള സുഹൃത്തുക്കളും ഒപ്പം തന്നെ രാഹുലിന് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ചില ആളുകളെയും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെ ആയിരിക്കും സ്വാഭാവികമായും പോവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതായത് ഈ ഇര ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട് വസതിയിലേക്ക്, ഫ്ളാറ്റിലേക്ക് എത്തിയായിട്ടുള്ള മൊഴിയുണ്ട്. അത് സാധൂകരിക്കുന്ന തരത്തിൽ അതിനുള്ള കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശോധനകൾ എന്തുകൊണ്ട് ആഭ്യന്തരം കൈയാളുന്ന വകുപ്പ് ഭരിക്കുന്ന സർക്കാരിന്റെ പോലീസ് എന്തുകൊണ്ട് എത്തുന്നില്ല ഈ പ്രതിയിലേക്ക്, രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. തങ്ങൾ സ്ത്രീ സംരക്ഷകരാണെന്ന് സർക്കാരും CPM-ഉം ആവർത്തിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു കുറ്റാരോപിതനെ കണ്ടെത്താൻ ഈ പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. MC മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.